ഒരു കാറ് 10 കൊല്ലം ഓടുള്ളൂ എന്ന് ഉണ്ടാക്കിയ ആൾ പറഞ്ഞു. അത് പറ്റൂല, എനിക്കൊരു 15 കൊല്ലം ഓടണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചതുകൊണ്ടോ കാര്യമുണ്ടാകും. യാതൊരു കാര്യമില്ല. എന്നാൽ അള്ളാഹു താല നമുക്ക് ദീർഘായുസ് കണക്കാക്കിയിട്ടുണ്ട്, ഇന്ന കൊല്ലത്ത് മരിക്കുന്നുള്ളത്. പിന്നെ ഞാൻ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം. അത് ശരി, നല്ല ചോദ്യമാണ്. ഇങ്ങനത്തെ വേറെ ചോദ്യങ്ങൾ, ഒരു മുഖദ്ദറായ ചോദ്യം വെച്ചിട്ട് ചോദ്യം ചോദിക്കും. അടിപൊളിയായിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ഖളാഇനെ കുറിച്ച് 2 ഖളാഉണ്ട്. മുബ്രമായ ഖളാഅ്, മുഅല്ലഖായ ഖളാഅ്, ഇങ്ങനെ 2 ഖളാഉണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട് ഖിയാമത്ത് നാൾ വരെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അതിൽ ഇയാളിങ്ങനെ 60-ാമത്തെ വയസ്സിൽ മരിക്കും. പിന്നെ ഇദ്ദേഹം എന്താണ്, അതാണ് ഒരു ഖളാ. അപ്പോൾ ഖളാഅ് ഇയാൾ 60-ാമത്തെ വയസ്സിൽ മരിക്കും. പക്ഷെ ഇയാൾ എന്ത് ചെയ്യും, ഒരു സ്വതക്ക കൊടുക്കും എന്നൊരു ഖളാഉം കൂടി ഉണ്ടാവും. വേറെ ഖളാ, സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് 5 കൊല്ലം കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന വേറെ ഖളാഉം ഉണ്ടാവും. അങ്ങനെ ഇയാൾ സ്വതക്ക കൊടുക്കുകയും അങ്ങനെ അത് വെട്ടി അതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യംഹുല്ലാഹു മാ യശാഉ വയസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു, ആ ഖളാഅ് മാറ്റി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആ അവസാനത്തെ ഖളാഅ് ഉണ്ടല്ലോ, ഇത് അയാൾ 65-ാമത്തെ വയസ്സിലാണ്, അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത് അല്ലാഹു തആല അതിൻ്റെ മുബറമായ ഖളാഅാണ്, അതിന് മാറ്റല്ല. അപ്പോൾ അള്ളാഹു എൻ്റെ വയസ്സ് വർദ്ധിപ്പിക്കണേ എന്ന ദുആ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള സബബായി അല്ലാഹു തആല നിശ്ചയിച്ചതായിരിക്കും. അപ്പോൾ ആ ദുആ പ്രസക്തമാകും.